ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു വീക്ക് ഡേ ഒക്കെ എൻ്റെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ഒരേപോലെ ആയിരിക്കും. ഒട്ടുമിക്ക ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീടാണെങ്കിലും ജോലിക്ക് പോകുന്നതാണെങ്കിലും ഒക്കെ ഒരേ പാറ്റേൺ ആയിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, നേരെ ഓഫീസിലേക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും എല്ലാവർക്കും. അപ്പം സാറ്റർഡേ ആണ് അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ദിവസം. സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. അപ്പം ഇന്ന് നമ്മളുടെ ഒരു സാറ്റർഡേ വ്ളോഗാണ്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സാറ്റർഡേസിലും സൺഡേസിലും വെറുതെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് സമയം കളയാൻ ഇഷ്ടമല്ല. മാക്സിമം റിലാക്സ് ചെയ്യാനും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനുമാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ അഗ്ലി ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പോയി. അപ്പോൾ കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല. സാറ്റർഡേ മോസ്റ്റ്ലി ഞാൻ 8 മണിയൊക്കെ ആവും എഴുന്നേൽക്കാനായിട്ട്. ചില ദിവസം ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് പോകും, അല്ലാതെ മോസ്റ്റ്ലി 8-8:30 എഴുന്നേൽക്കാറ്. അപ്പം ഇന്ന് എഴുന്നേറ്റപ്പോൾ കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചായ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ വലിയ പ്ലാനുകളൊന്നും കയ്യിലില്ല എൻ്റേത്. ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കാനുള്ള പ്ലാനിൽ വന്ന് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് ആകെ മെസ്സായിട്ടിരിക്കുന്നുണ്ട്. ദോശമാവ് കഴിഞ്ഞ വിവരം ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും എന്തുണ്ടാക്കും എന്നുള്ളത് ചായ കുടിച്ച് ആലോചിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. എനിക്ക് സാറ്റർഡേ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് കുറച്ച് രാവിലെ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞ ഒരു സുഖമല്ല. നമ്മൾ ഈ ഒരു കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് രാവിലെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഒന്നുമില്ലല്ലോ. പിന്നെ എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചാൽ പിന്നെ കുട്ടികളെ എഴുന്നേൽക്കുമ്പോൾ കഴിക്കും എന്നുള്ളതിൽ ഞാൻ ഫോണെടുത്ത് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നിട്ട് തന്നെ 45 മിനിറ്റ് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഇനി എന്തുണ്ടാക്കുമെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് മോനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ മോസ്റ്റ്ലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കളിക്കാൻ തന്നെയാണ്. അവന് കളിക്കാൻ ഇഷ്ടമാണ് ഒറ്റയ്ക്ക്. നൈനും കൂടെ എഴുന്നേൽക്കുമ്പോഴാണ് അതൊരു അടിയായിട്ട് മാറുക. പിന്നെ അവിടെ അടിയായിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവാറുള്ളത്. അപ്പം ഫൈനലി ഞാൻ കുറേ നേരം ഇരുന്നിട്ട് ലാസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. കാരണം 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ എന്നുള്ള പ്ലാനിൽ അങ്ങനെ ജസ്റ്റ് സിമ്പിൾ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവിൻ്റെ ചെറിയൊരു പ്രപ്പോർഷൻ പറയാം. പണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ട കുത്തിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു ഈ ഉപ്പുമാവ്. പിന്നെ അത് ശരിയായി വന്നതാണ്. ഒന്നാമത് നമ്മൾ ചൂസ് ചെയ്യുന്ന മറ്റേ റവേൻ്റെയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക്, ഉഴുന്ന്, നമ്മളെ പരിപ്പും അതേപോലെ വറ്റൽ മുളകും കരിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് വഴറ്റി. ഒരുപാട് ഉള്ളി വാട്ടാറില്ല, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും. 1 കപ്പ് റവയ്ക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം എടുക്കാറുണ്ട്. 1.5 to 2 കപ്പോളം വെള്ളം എടുക്കാറുണ്ട്. ഇത് റോസ്റ്റഡ് റവയാണ് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ റവ ഇടുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുവിധം എല്ലാവർക്കും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന സാധനമായിരിക്കും. പക്ഷെ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും മുന്നേ ഒക്കെ എന്തെങ്കിലും പ്രശ്നമായി പോകാറുണ്ട്. പിന്നെയാണ് എനിക്കത് റെഡിയായത്. പിന്നെ ഞാൻ ഇതുപോലെ നന്നായിട്ട് സിമ്മിലിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കട്ടയില്ലാതെ നല്ല സോഫ്റ്റായിട്ടും അതേപോലെ തന്നെ നല്ല നല്ല സോഫ്റ്റായിട്ട് നമുക്കത് കിട്ടും. ലാസ്റ്റ് കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യണോ വേണ്ടോ എന്ന് ചിന്തിച്ച് ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളിലൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അകലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ എഴുന്നേറ്റപ്പോൾ ഞാൻ അവർക്കിന്ന് ഓട്സ് കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ സാറ്റർഡേ മെയിനായിട്ട് ഹോംവർക്കും പഠിക്കലുമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ വർക്ക്ഷീറ്റും ഹോംവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും വീക്കെൻഡ്സിൽ. അപ്പോൾ ഞാൻ സാറ്റർഡേ തന്നെ അത് ചെയ്യിപ്പിക്കും. പക്ഷേ അവിടെ ഒരു യുദ്ധമായിരിക്കും, മിക്കവാറും അതൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അഖിലാണ് ഉണ്ടാക്കുന്നത്. മോസ്റ്റ്ലി സാറ്റർഡേസ് അഖിലായിരിക്കും ലഞ്ച് ഉണ്ടാക്കാറുള്ളത്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് സിമ്പിളായിട്ട് കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുക വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അഖിൽ. അപ്പം ബീഫ് ബിരിയാണിയാണ്.
അപ്പം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അതിൻ്റെ റെസിപ്പി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോഴത്തേക്കും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം ഫോണൊക്കെ മാറ്റി വെച്ച് അവരെ കൂടെ ഇരിക്കാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ അന്നൊന്നും ഞങ്ങൾ പഠിച്ച് തീരില്ല, കുറേ മണിക്കൂറുകളോളം എടുക്കും. അപ്പം ഇന്നത്തെ ഫുഡൊക്കെ റെഡിയായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാണ്. മോസ്റ്റ്ലി ഞാൻ ദോശയ്ക്ക് അരയ്ക്കാറുള്ളത് സൺഡേ ആണ്. അല്ലാത്ത ചില വീക്സ് ഞാൻ ഫ്രൈഡേ ആണ് അരയ്ക്കാറ്. കാരണം പെട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ എന്നും ഇഡ്ഡലി കൊണ്ടുപോകുന്ന ഒരു ഫീല് തോന്നും നമ്മൾ വീക്ക് ഡേയ്സിൽ ഉണ്ടാക്കുമ്പോൾ. മറ്റ് വീക്കെൻഡ്സിലാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് ക്രിസ്പി ദോശയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് എന്തായാലും സ്കൂളിൽ പോണ സമയത്ത് പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഫ്രൈഡേ ഇങ്ങനെ അരയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അരച്ച് ജസ്റ്റ് ഞാൻ അടുക്കള മാത്രം ഒന്ന് വാക്യൂം ചെയ്തിടും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഉച്ചയ്ക്ക് ശേഷം സിനിമ കാണാറാണ്. അപ്പോൾ സിനിമ കാണാനും ഇന്ന് വലിയൊരു മൂഡായിരിക്കില്ല. എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ദുബായ് വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്ക് എപ്പോൾ കാറ് കയറിയാലും വിശപ്പാട്ടോ. അപ്പം ഫുഡ് കഴിച്ച് ഇറങ്ങിയാലും അവർക്ക് വിശക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിർത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ചെറിയൊരു എനർജി ബോൾ ഉണ്ടാക്കി കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിന് ഫസ്റ്റ് ഡേറ്റ്സ് 1 കപ്പ് കുരു കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചു. അതിന് ശേഷം 1 കപ്പ് പീനട്ട്, 1 കപ്പ് ആമണ്ട്സ് ഇട്ടിട്ട് ഒന്നതുപോലെ ക്രഷ് ചെയ്തെടുത്തു. പെട്ടെന്ന് അങ്ങോട്ട് അരയ്ക്കുമ്പോൾ അത് വല്ലാതെ അരഞ്ഞു പോവും. അപ്പോൾ നമ്മളൊന്ന് പൾസ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഏകദേശം കണ്ടാൽ തന്നെ അതിന് ആ ഒരു ബട്ടറൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ഫോമിൽ നമുക്കത് നിർത്താം. അതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാം. അതിലൊരു ചെറിയൊരു ബട്ടർ വരുമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. കുറച്ചൊരു ചൂയി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിനുണ്ടാവുക. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും നല്ല മധുരമുള്ള ഡേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. വേണമെങ്കിൽ ഹണി ചേർക്കാം. ഞാൻ പക്ഷേ ഇതുവരെ ചേർത്തിട്ടില്ല. ചേർത്ത് കഴിഞ്ഞാൽ ഒരു മധുരം ഉണ്ടാവും. ഞാനങ്ങനെ ഹണിയൊന്നും ചേർക്കാറില്ല. ഇത് നമുക്ക് പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2 to 3 ദിവസം വരെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചേൻ്റെ മേലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു 6-6:30 ഒക്കെ ആയപ്പോഴാണ് ദുബായ് എത്തിയത്. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങി കുറച്ച് നേരം റിലാക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ കരാമേ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ശരിക്കും നല്ല ബിസി ആയിട്ടുള്ളൊരു സ്ഥലം. ഞങ്ങൾ ലേറ്റായിട്ട് എത്തിയിട്ട് കൂടെ നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഫുഡ് സ്പോട്ട്സും ഉണ്ട്. ഒരുപാട് ഫുഡ് കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറയുന്നോണെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു.